സത്യ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ട ദിവ്യയും സുധിയുമായിട്ടുള്ള വിവാഹം ഉടനെ നടക്കും. അതോടെ എനിക്ക് എൻ്റെ വഴിക്ക് പിരിയാൻ മനസമാധാനത്തോടെ. അതോടെ ഇവിടെയുള്ള എൻ്റെ ജോലിയും തീരും. സുധി എന്നെ സ്നേഹിക്കുമായിരിക്കും. ആ കാര്യത്തിൽ ദിവ്യക്ക് സംശയമൊന്നും വേണ്ട. സുധിയുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ ദിവ്യുണ്ട്. നിങ്ങൾ ഒന്നിക്കും. നല്ലത് നല്ലതിനോട് ചേരണം. രാത്രിക്ക് ചന്ദ്രൻ, ഉമയ്ക്ക് ഹരൻ, ദിവ്യയ്ക്ക് സുധി. വന്ന് പച്ചക്കറിയൊക്കെ ഇന്നലെയല്ലേ വാങ്ങിച്ചത്? ഇതൊക്കെ വേണമെങ്കിൽ നേരത്തെ പറയാൻ മേലായിരുന്നോ? ആ ശരി, എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാ പറ. എന്താ എന്താന്ന്? അയ്യോ, എന്റെ കുഞ്ഞിന് എന്താ പറ്റിയേ? സത്യ, എന്താ അമ്മേ? എന്താ എന്റെ മോൾ എവിടെ? സത്യ എവിടെ? എന്താ കാര്യം? അമ്മ വല്ല സ്വപ്നവും കണ്ടോ? സത്യ മോൾ എവിടെ? അവൾ എന്റെ ഒപ്പം കിടന്നല്ലേ ഉറങ്ങിയത്. മുറിയിലുണ്ട്. എന്തിനാ അമ്മ കരഞ്ഞത്? ഒരു ചീത്ത സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടതിന് ഇത്രയ്ക്ക് ഇങ്ങനെ പേടിക്കണോ? അവളെ സൂക്ഷിക്കണം മോളെ. ആ, അപ്പൊ സത്യയെക്കുറിച്ചാണ് സ്വപ്നം കണ്ടിട്ടുള്ളത്. അതെ. അവളെ കുറിച്ച് ഓർത്ത് അമ്മ ഇങ്ങനെ ടെൻഷൻ ആവണ്ട. അമ്മ ഇങ്ങനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ തന്നെ അവള് കളിയാക്കി ചിരിക്കും. അതെ, അവക്കൊക്കെ തമാശയാണല്ലോ. ശത്രുക്കളെ സമ്പാദിച്ചു വച്ചിട്ടുണ്ടല്ലോ അവള്. അതുകൊണ്ടാ വീട്ടിലുള്ളവർ ഇതുപോലുള്ള സ്വപ്നങ്ങൾ കാണുന്നത്. അമ്മ സമാധാനമായിട്ട് കിടന്നുറങ്ങ്. സത്യക്ക് ഒരു കുഴപ്പവും വരില്ല. അവളെ എത്രയും പെട്ടെന്ന് മണിമംഗലത്തേക്ക് പറഞ്ഞു വിടണം മോളെ. കിടക്കാൻ നേരത്തെ ഞാനത് ചോദിച്ചു. നാട് വിട്ടുപോയ സുധി തിരിച്ചു വരട്ടെ എന്നല്ലേ അവള് പറയുന്നത്. അതിനു മുമ്പ് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടത്രേ. ഈശ്വര. ദേ, അമ്മ സമാധാനമായിട്ട് കിടക്ക്. ഞാൻ പോയി കിടക്കട്ടെ. അമ്മ കിടക്ക്. ഈശ്വര, എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിനെ കാത്തോടെ. ഇതുവരെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. ഇനി അറിയാനും പോകുന്നില്ല. സുധി ഉടനെ എത്തും. ഡേറ്റ് ഫിക്സ് ആയോ? അതറിയില്ല. സുധി ഇവിടെ എത്തുന്നതോടെ ഇവിടെ പലതും സംഭവിക്കും. അത്ര സന്തോഷകരമായ വാർത്തയായിരിക്കില്ല സുധിയെ വരവേൽക്കുന്നത്. നമ്മൾ തമ്മിലുള്ള കണക്ഷൻ സുധി അറിഞ്ഞാൽ? അറിയരുത്. അത് നമ്മൾ രണ്ടുപേരുടെ ആവശ്യമാണ്.
ആകസ്മികമായ ചില സംഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഒന്നും അറിഞ്ഞതായി ഭാവിക്കരുത്. ആകസ്മികം എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ നിന്നാ മതി. മറ്റൊന്നിനെ കുറിച്ച് ആലോചിച്ചും ടെൻഷൻ അടിക്കണ്ട. പക്ഷേ അത് എന്താണെന്നറിയാതെ എല്ലാം സതീഷ് ഏട്ടന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. തൽക്കാലം അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. സുധിയാണോ ടാർജറ്റ്? ഏയ്, ഒരിക്കലുമല്ല. സുധിയോ മണിമംഗലം ബിൽഡേഴ്സോ എന്റെ ശത്രുക്കളെയല്ല. എന്തെങ്കിലും ശത്രുത എനിക്ക് അവരോടുണ്ടെങ്കിൽ അത് ബിസിനസ് സംബന്ധമായ ശത്രുത മാത്രമാണ്. എന്റെ ശത്രുത അത് സത്യയോടാ. അവളെ ഒതുക്കാൻ ഏതറ്റം വരെയും ഞാൻ കളിക്കും. അതെന്റെ വാശിയാ. അതെ, ഞാൻ പറഞ്ഞ തന്നെയാ അബിയുടെ ഉദ്ദേശം. സത്യ, അത് മതി എനിക്ക്. ഓക്കെ, വൈകിട്ട് കാണാം. മോർണിംഗ് വന്നാ നോക്ക്. ഈ ഏരിയയിലുള്ള എല്ലാവരുടെയും ഒപ്പ് ഞങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഉള്ളവരുടെയാണ്. മോനിട് ഒപ്പിട്. എന്താടാ? സത്യം വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ നേരത്തെ വിളിച്ചപ്പോ കിട്ടിയിരുന്നല്ലോ. ഇപ്പൊ കിട്ടുന്നില്ല. ചിലപ്പോ റേഞ്ചിലായിരിക്കോടാ. ഇവിടെ എപ്പോഴാ വരുന്നത്? കോളനിക്കാരുടെ എല്ലാ അപേക്ഷ റെഡിയാക്കിയത് നീ ചെക്ക് ചെയ്തോ? പകുതിയോളം ആളുകൾ ഒപ്പിട്ട് കഴിഞ്ഞു. നമ്മളെക്കാൾ ഊർജ്ജത്തോടെ കൃഷ്ണേട്ടൻ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ കോളനിയിൽ ഫ്ലാറ്റ് പണിയാൻ പാടില്ല എന്ന് പറഞ്ഞ് നിവേദനം കൊടുത്തിട്ട് കാര്യമുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. സത്യ പറഞ്ഞിട്ടാണ് എല്ലാവരും അങ്ങനെ ഒരു നിവേദനത്തിൽ ഒപ്പിട്ടത്. അത് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കണം. കാര്യം ഉണ്ടാവുമെന്ന് തന്നെയാണ് സത്യ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും സത്യം കാത്തിരിക്കുക. വൈകുന്നേരത്തിന് മുമ്പായി നിവേദനം അയക്കണം. ഇവളിത് എവിടെ പോയിരിക്കുക? ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് നിവേദനം കൊടുക്കണമെന്ന് സത്യക്ക് അറിയാന്നുള്ള കാര്യമല്ലേ? സത്യല്ലേ എല്ലാം പറഞ്ഞു ഉറപ്പിച്ചത്. എന്നിട്ട് അവളിതെവിടെ പോയി? കാണുന്നില്ലല്ലോ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. സ്വിച്ച് ഓഫ് ആണല്ലോ. ഈ സമയത്ത് സത്യ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാറില്ലല്ലോ. ചിലപ്പോ ബാറ്ററി ചാർജ് തീർന്നിട്ടുണ്ടാവും. ചാർജ് തീരാൻ വഴിയില്ല. ഇന്ന് രാവിലെ മുതൽ ഇവിടെ ചാർജിലിട്ടിരുന്ന ഫോണാണ് സത്യയുടേത്. പിന്നെ ഫോൺ എങ്ങനെ സ്വിച്ച് ഓഫ് ആയി? എടാ കുരുവി, ഇങ്ങ് വാ. അതെ, 4-ാം വാർഡിലെ എല്ലാവരുടെയും ഒപ്പ് ശേഖരിച്ചിട്ടുണ്ട്. ഇനി 2 സ്ഥലത്തുകൂടി നമുക്ക് പോകാനുണ്ട്. 1-ാം വാർഡും 2-ാം വാർഡും. നമുക്ക് അങ്ങോട്ട് പോവാം. നിങ്ങളെല്ലാവരും കൂടി വന്നാൽ ഇപ്പം തന്നെ നമുക്ക് പണി തീർക്കാം. നീ അവരോട് ചെല്ലു. ശരിയടാ, പോവാം. പോവാം. വാ വാ. സത്യ, നീ വീട്ടിലെങ്ങാനും കാണുവോടാ? നമുക്കൊന്ന് പോയി നോക്കിയാലോ? വേണ്ട, കുറച്ച് കഴിയട്ടെ. അവൾ ചിലപ്പോ വിളിക്കുമായിരിക്കും. കിട്ടുന്നില്ലല്ലോ. എനിക്കറിയില്ല ഫിലിപ്പേ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഇല്ല, സുധി സ്ഥലത്തില്ല. അടുത്ത ദിവസം വരും. അങ്ങനൊന്നും സംഭവിക്കില്ല. ഇത് വെറുതെ ആരോ ക്രിയേറ്റ് ചെയ്തതാ. ഓക്കെ. എല്ലാവരും അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മണിമംഗലം ബിൽഡേഴ്സ് തകർന്നോന്നാ ഓരോരുത്തരും വിളിച്ച് ചോദിക്കുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യുക? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം?
എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ നോക്കാം. ഇത്രയും കാലം ഇല്ലാത്ത സംഭവമായിപ്പോഴ് മണിമംഗലം ബിൽഡേഴ്സ് തകർന്നു എന്ന് കേൾക്കാൻ കാത്തിരിക്കുക എല്ലാവരും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് നോക്കായിരുന്നില്ലേ? നോക്കാഞ്ഞിട്ടാണോ? നമുക്ക് കിട്ടിയിരുന്ന പല പ്രോജക്റ്റുകളും ക്യാൻസൽ ആവുകയാണ്. സർക്കാർ പ്രോജക്റ്റുകൾ പോലും ക്യാൻസലായി. ഇതിനു പിന്നിൽ ആരെങ്കിലും കളിക്കുന്നതായിരിക്കോ? ആയിരിക്കണം. പിന്നിലൊരാളില്ലാതെ ഒറ്റയടിക്ക് ഇങ്ങനെ സംഭവിക്കില്ലല്ലോ. പല വർക്കും ലഭിക്കുന്നത് അഭിജിത്തിനാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോ അഭിജിത്താണ് ചന്ദ്രേട്ട ഇതിന്റെ പിന്നിൽ? ആർക്കറിയാം? ചന്ദ്രേട്ട, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇങ്ങനെ പോയാൽ നമ്മുടെ കമ്പനി താമസിയാതെ തകർന്നടിയും. നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. സുധി എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. സുധിയുടെ അശ്രദ്ധയാണ് എല്ലാത്തിനും കാരണം. ബിസിനസ് കൃത്യമായി ശ്രദ്ധിക്കാൻ പറ്റുന്ന ആളുകൾ വേണ്ടേ? ഓരോരുത്തരും തന്നിഷ്ടപ്രകാരം ഓരോന്ന് ചെയ്തു വെക്കുന്നു. ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ എനിക്ക് ആരും ഇല്ലല്ലോ. അതെല്ലാം മാറും. സുധി തിരിച്ചു വരട്ടെ. പഴയതുപോലെ മണിമംഗലം ബിൽഡേഴ്സ് നമ്പർ 1 ആയി തന്നെ തുടരും. അങ്ങനൊരു കാലം അതിനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനാ അയാളെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്? നമുക്ക് പോവാം സർ. അയാളിപ്പോ എത്തും. എന്ത് ഡീലിങ്സ് അയാളുമായി നമുക്കുള്ള? ഒരു കാര്യം അദ്ദേഹത്തെ അറിയിക്കാനുണ്ട്. എന്ത് കാര്യം? പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഒരു അഗ്നിപർവ്വതത്തെ കുറിച്ചൊരു വാർത്ത. അഗ്നിപർവ്വതം? യെസ്. ഒരു വലിയ ദുരന്ത വാർത്ത കേട്ട് ജനം ഞെട്ടി ഉണരാൻ പോകുന്നു. അതിന്റെ സൂചനകൾ ദുരന്തത്തിന് മുമ്പേ പ്രകടമാക്കി തുടങ്ങണം. എനിക്ക് സാറ് പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. വെയിറ്റ്, കാത്തിരിക്കേ, എല്ലാം മനസ്സിലാവും. ആ പപ്പനോട് എന്തിനാ വരാൻ പറഞ്ഞത്? എനിക്ക് അയാളെ കാണുന്നതേ അറപ്പാ. ഒരുമാതിരി കൊച്ചച്ഛനാണ് മുത്തച്ഛനാണെന്നൊക്കെ പറഞ്ഞുള്ള സംസാരവും. അതൊക്കെ ദിവ്യയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി അയാൾ പറയുന്നതല്ലേ. അതിന് അച്ഛനാണ് കൊച്ചച്ഛനാണെന്നൊക്കെയാണോ പറയുന്നേ? ദിവ്യക്ക് പഴയതൊന്നും ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് ചുമ്മാ രസത്തിന് പറയുന്നതാവും. അതല്ലെങ്കിൽ ഒരു കൊച്ചച്ഛന്റെ സ്ഥാനം അയാൾ ദിവ്യക്ക് തരുന്നുണ്ടാവും. കഴിഞ്ഞ തവണ കുറെ ഉണ്ണിയപ്പമായിട്ട് വന്നിരുന്നു. അമ്മ ഉണ്ടാക്കി കൊടുത്തത് അത്രേ. കുറെ സമയമായി വെയിറ്റ് ചെയ്യുന്നേ. ഏയ് ഇല്ല. മോൾക്ക് സുഖം തന്നെയല്ലേ? ആ, സുഖത്തിന് കുറവൊന്നുമില്ല. എന്താ കൊച്ചച്ഛനോട് ദേഷ്യം? ഏയ് ദേഷ്യമൊന്നുമില്ല. സത്യയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? സത്യയെക്കുറിച്ച് എന്ത് വിവരം? അതെന്താ സാർ അങ്ങനെ ചോദിച്ചാ? അല്ല, അവിടെ കോളനിയിൽ എന്തോ ഫ്ലാറ്റ് വരാൻ പോകുന്നെന്നോ സത്യ അതിനെ എതിർക്കുന്ന തിരക്കിലാണെന്നും മറ്റും കേട്ടു. അവൾ എത്ര എതിർത്തിട്ടും കാര്യമില്ല. മുത്താരംകുന്ന് കോളനിയിൽ ഫ്ലാറ്റ് വരിക തന്നെ ചെയ്യും. അതെന്താ ഉറപ്പ്? മണിമംഗലം ബിൽഡേഴ്സിലെ ഫ്ലാറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ സത്യയുടെ ഒരു കളിയും വിലപ്പോവില്ല. അത് ശരിയാ. ഇക്കാര്യം അറിയാൻ വേണ്ടിയാണോ സാർ എന്നോട് വരാൻ പറഞ്ഞ? അതൊരു നിസ്സാര കാര്യമല്ലല്ലോ. അത് ശരിയാ. ഒരു ഭാഗത്ത് മണിമംഗലം ബിൽഡേഴ്സ്, മറുഭാഗത്ത് മണിമംഗലത്തെ മരുമകൾ. ആര് ജയിക്കുമെന്ന് കണ്ടറിയണം. അല്ല മോളെ, നിനക്ക് നിന്റെ അനിയത്തെ കാണണ്ടേ? ചിലപ്പോ ഇനി കാണാൻ പറ്റിയെന്ന് വരില്ല. ജീവനുള്ള സത്യ എനിക്ക് കാണണ്ട. മരിച്ച് മണ്ണോട് അമർന്നു കിടക്കുന്ന സത്യ എനിക്ക് കാണേണ്ടത്. മോളെ,
എന്റെ എല്ലാ സൗഭാഗ്യങ്ങളും തട്ടിയെടുത്ത് അവൾ അങ്ങനെ മണിമംഗലത്തെ റാണിയായി കഴിയണ്ട. അധികാരവും അവകാശവും എല്ലാം നഷ്ടപ്പെട്ട് വെറും ഒരു ശവമായി വെള്ള പൊതച്ചു കിടക്കുന്ന സത്യ. അവളുടെ മുഖം ദിവ്യ കാണുന്നത് അങ്ങനെ ആയിരിക്കണം. ഇത്രയും വാശി വേണോ? ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഒരേ രക്തമല്ലേ? രക്തബന്ധത്തിലൊക്കെ എന്തിരിക്കുന്നു പപ്പൻ ചേട്ടാ? ബൈബിളിൽ പഴയ നിയമത്തിൽ ആദ്യത്തെ സഹോദരവധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന് പ്രിയപ്പെട്ടവൻ ആബേലാണെന്ന കാരണത്താൽ അവനെ കൊന്നുകളഞ്ഞ സഹോദരനായ കായേലിന്റെ കഥ. ഇഷ്ടപ്പെട്ട ഒരാളെ മറ്റൊരാളെ സ്വന്തമാക്കിയ അവിടെ പിന്നെ സഹോദരനെന്നോ അച്ഛനോ മകനെന്നോ ഇല്ല. കൊല മനുഷ്യജീവിതത്തിന് ഒരു വിലയുമില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള കൊലപാതകമേ ഇന്നിവിടെ വിജയിക്കുകയുള്ളൂ. ആ വേണമെങ്കിൽ സത്യമായിട്ട് ദിവ്യ ഒന്ന് സംസാരിക്കേ. നിന്റെ സ്തുതിയെ അവൾ സ്വന്തമാക്കിയതിനു ശേഷം നിങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇനി കാണാൻ പറ്റുമെന്നും അറിയില്ല. അതുകൊണ്ടൊരു ഫോൺ കോൾ. അവളുടെ ശബ്ദമൊന്ന് കേട്ടിട്ട് ഫോൺ കട്ട് ചെയ്തോ. മരണത്തിന് മുമ്പ് അനിയത്തിയോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ലല്ലോ എന്ന് പിന്നീട് തോന്നരുത്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്നാലും വേണ്ടില്ല, ഞാൻ വിളിക്കാം. അവക്ക് എന്താ പറയാനുള്ളത് കേൾക്കാലോ. കിട്ടുന്നില്ല. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ടും കിട്ടുന്നില്ല. ഇനി വിളിക്കേണ്ട പപ്പൻ ചേട്ടാ. അവളങ്ങ് പോയിട്ടുണ്ടാവും. എന്താ സാറേ? ഇല്ല, എത്തിയിട്ടില്ല. അല്ല, എന്താ ആവശ്യം? ആ, വേറെന്തെങ്കിലും? വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ വരുത്തി വെക്കണ്ട. വൈകി ഇങ്ങോട്ട് പോരെ. സുധി ഇല്ലെന്ന് കരുതി ടെൻഷൻ ഉണ്ടാക്കി വെക്കുന്ന എന്തിനാ? ആ, ക്ലീറ്റസ് വരുന്നുണ്ട്, ഞാൻ സൈൻ ചെയ്തോളാം. ഇവിടുന്ന് പോകുമ്പോ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഓഫീസിലെത്തിയപ്പോഴാ ബോധോദയുണ്ടായത്. അച്ഛൻ നല്ല ടെൻഷനില്ല. ബിസിനസ്സിൽ ഉയർച്ചയും തകർച്ചയും ഒക്കെ സ്വാഭാവികമല്ലേ ക്ലീറ്റസ്? അതിനിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? ഈ തകർച്ച പക്ഷേ മണിമംഗലം ബിൽഡേഴ്സിന് താങ്ങുന്നതിന് അപ്പുറമല്ലേ? സുധിയുടെ അശ്രദ്ധ എല്ലാത്തിനും കാരണമെന്ന് ചന്ദ്രേട്ടൻ പറയുന്നു. അവൻ എന്ത് ചെയ്തിട്ടാ? ഇപ്പൊ തന്നെ അവൻ പോയിരിക്കുന്നത് ബിസിനസ് ആവശ്യത്തിന്. എത്ര ദിവസമായി അവൻ പോയിട്ട്? മലേഷ്യയിലെ മീറ്റിംഗിൽ വെച്ച് അവൻ നല്ലൊരു ബിസിനസ് ഉണ്ടാക്കും. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അമ്മേ, ഈ 2 പേപ്പറില സൈൻ ചെയ്യണ്ടേ?
ചന്ദ്രേട്ടന്റെ തലനിറയെ പല പല ചിന്തകളാ. അല്ലായിരുന്നെങ്കിൽ ഇവിടുന്നല്ലേ പോയത്. അപ്പൊ എന്നെ കൊണ്ട് സൈൻ ചെയ്യിക്കാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. സുധി എന്ന് വരുമെന്ന് മറ്റു പറഞ്ഞു. ഉടനെ വരുമായിരിക്കും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അല്ല, നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ വേണ്ട, വേഗം തിരിച്ചില്ലെന്നാ പറഞ്ഞേക്കുന്നത്. ആ വേഗം പൊയ്ക്കോട്ടമ്മേ. ഇവൻ കഴിക്കാനിരുന്നാലേ ചുരുങ്ങിയതൊരു 2-3 മണിക്കൂറെങ്കിലും വേണ്ടി വരും അത് നിർത്താൻ. അപ്പോഴേക്കും ഓഫീസും പൂട്ടി അച്ഛൻ ഇങ്ങനെ എത്തും. അത് ശരിയാ. പിന്നെ അത്താഴം കൂടെ കഴിച്ചിട്ട് ഞാൻ പോവുള്ളൂ. അതുകൊണ്ട് പോട്ടെ ചേച്ചി. പോട്ടെ അമ്മേ. സുധിക്ക് സത്യയുടെ സ്നേഹമന്ത്രം ഓതി കൊടുക്കുന്നവനാ. സൂക്ഷിക്കണം അവനെ. അവൻ സുധിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? യൂദാസാണവൻ. സുധി ദിവ്യയോട് അടുക്കാൻ ശ്രമിക്കും തോറും അവനെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ച് സത്യയുടെ സഹതാപം പറഞ്ഞു കൊടുക്കുന്നത് ക്ലീറ്റസാ. അവൻ ഒരുത്തം കാരണമാ സുധി ഇപ്പോഴും സത്യ ഉപേക്ഷിക്കാതെ നിൽക്കുന്നത്. ആണോ? പിന്നല്ലാതെ. അവന്റെ ഒരു സ്നേഹോപദേശവും ഇനി വിലപ്പോവില്ല. വിലപ്പോവാൻ സമ്മതിക്കില്ല ഞാൻ. നമുക്കൊന്ന് മണിമംഗലത്ത് വരെ പോയി നോക്കിയാലോ അമ്മേ? എന്തായാലും രണ്ടിലൊന്ന് അറിയണമല്ലോ. അത് വേണോ മോളെ? അവരാരും ഇവിടേക്ക് വരാത്ത സ്ഥിതിക്ക് നമ്മളൊന്ന് പോയി അന്വേഷിക്കണ്ടേ? എന്താ കാര്യമെന്ന് അറിയണ്ടേ? നമ്മളായിട്ട് ഊതി വീർപ്പിച്ച് കാര്യം ഉണ്ടാക്കണ്ട. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സുധിയുടെ അച്ഛൻ ഇവിടെ വരും. ഇനി ഒരു പ്രശ്നവും സത്യയും സുധിയും തമ്മിൽ ഉണ്ടാവില്ലെന്ന് സുധിയുടെ അച്ഛൻ വാക്ക് തന്നതല്ലേ? എന്നിട്ടിപ്പോ എന്തായി? അദ്ദേഹത്തെ കുറ്റപ്പെടുത്തണ്ട മോളെ. കുറ്റപ്പെടുത്തുന്നതല്ല, എന്റെ വിഷമം ഞാൻ ആരോട് പറയും? സുധി എവിടെയോ പോയിരിക്കല്ലേ, അവൻ വരട്ടെ എന്ന് പറഞ്ഞ നാട്ടുകാരോരോന്ന് ചോദിക്കുമ്പോ നെഞ്ചു പൊട്ടുവാ. സുധി ഗൾഫിൽ പോയിരിക്കുകയാണെന്ന് പറയണം. അവൻ വന്നിട്ടേ സത്യ തിരിച്ചു പോവുള്ളൂ എന്ന് പറഞ്ഞാ മതി. എന്ന് പറഞ്ഞ അവരുടെ മുമ്പിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. പക്ഷെ സത്യം അങ്ങനെ അല്ലല്ലോ അമ്മേ. ആരോ വന്നിട്ടുണ്ടല്ലോ മോളെ. ഞാൻ പോയി നോക്കാം. ആഹാ, അല്ല ഇതാര്? ക്ലീറ്റസ് ആയിരുന്നോ? അതെ. ഇപ്പൊ അച്ഛൻ വേണം എന്നെ കണ്ടെങ്കിൽ കിറ്റക്സ് ആണോന്ന് ചോദിച്ചേനെ. വായിൽ ഒതുങ്ങാത്ത പേരാ നിന്റേതെന്നാ അമ്മ എപ്പോഴും പറയുന്നേ. അതുകൊണ്ട് അമ്മയെ പോലെ പ്രായമുള്ളവർക്ക് അത് ഓർത്തു വെക്കാൻ പാടാ മോനെ. ആ അതും ശരിയാ. ക്ലീറ്റസ് വന്ന് നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഇരിക്കൊന്നും സമയമില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ട്. സത്യ എവിടെ അമ്മേ? സത്യ വർക്ക്ഷോപ്പിൽ പോയിരിക്കുകയാണല്ലോ. അവിടെ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? വർക്ക്ഷോപ്പിലേക്കൊന്നും പറഞ്ഞല്ലേ അവൾ ഇറങ്ങിയത്? ഞാൻ വർക്ക്ഷോപ്പിൽ പോയിരുന്നു. സത്യ ഇന്ന് അവിടേക്ക് ചെന്നിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ അവൾ ഇതെങ്ങോട്ട് പോയി? ഞാൻ സുധിയുടെ അച്ഛൻ പറഞ്ഞിട്ട് വന്നതാ. സത്യ ഫോൺ ചെയ്തിരുന്നു, വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ വിളിച്ചിട്ടും കിട്ടിയില്ല. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ ക്ലീറ്റസെ? സത്യ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടെല്ലാം പറഞ്ഞു. അച്ഛൻ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തോണ്ട് എന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ വേണ്ടി വിട്ടേക്കുക. ഞങ്ങളിപ്പോ സാറിന്റെ കാര്യം സംസാരിച്ചതേ ഉള്ളൂ. സുധി എന്ന് വരുമെന്നോ മറ്റോ അറിയാവോ? സുധി വരാൻ വൈകും. ആ സത്യ വന്നാ ഞങ്ങൾ പറയാം. ആ ശരി. അമ്മ വിഷമിക്കണ്ട. സുധിയെ സത്യെന്ന് അകറ്റാൻ അച്ഛൻ സമ്മതിക്കില്ല. അതിന്റെ തുടക്കമായ അവളെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടെല്ലാം പറഞ്ഞത്. സുധിയുടെ അച്ഛൻ പാവുക. സുജിതേച്ചിയും മറ്റും പറയുന്നത് കേട്ട് ടെൻഷനൊന്നും അടിക്കണ്ട. സുധി തിരിച്ചു വന്ന ഉടനെ തന്നെ സത്യ അവൻ മണിമംഗലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അതിനുവേണ്ടി സുധി വരാൻ കാത്തിരിക്കുക അച്ഛൻ. സത്യ ഇത് എവിടേക്ക് പോയെന്ന് ആർക്കറിയാം? രാവിലെ ഇറങ്ങിയതല്ലേ, ഈ സമയമായിട്ടും വർക്ക്ഷോപ്പിൽ എത്തിയില്ല എന്ന് പറഞ്ഞ? അതുമല്ല, കുരുവയോട് പറയാതെ അവൾ മറ്റെങ്ങോട്ടും പോവത്തുമില്ല. അല്ല, അവനും സത്യയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇവളിത് എവിടെ പോയതായിരിക്കും?
ഞാനേ ഒന്നുകൂടെ ഒന്ന് അന്വേഷിക്കട്ടെ. സത്യയെ കൂട്ടിക്കൊണ്ട് ചെന്നിട്ടില്ലെങ്കിൽ അച്ഛനിൽ നിന്ന് കിട്ടുന്നത് എനിക്കായിരിക്കും. അല്ല, ഒരു ചായ പോലും കുടിക്കാതെ? ആദ്യം സത്യ, ചായക്ക് അതിന് ശേഷം മതി. ശരിയാണ്. ശരി. എന്നാലും അവൾ പറയാതെ എവിടെ പോയതായിരിക്കും? ഇതെന്താ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്? ഒന്നുമില്ല. എന്തു പറ്റി? വയ്യേക വല്ലതുണ്ടോ? ഒന്നുമില്ല. പിന്നെന്താ ഒരു ക്ഷീണം പോലെ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ബിസിനസ്സിൽ വന്ന തകർച്ച അച്ഛന്റെ മുഖത്ത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സുധി വരട്ടെ, അതോടെ എല്ലാ തകർച്ചയും മാറിക്കിട്ടും. സത്യം ഞാൻ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു. സത്യയോ? എന്തിന്? അവൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ കമ്പനിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി തരാറുണ്ട്. കൊള്ളാം. സത്യയെ തിരിച്ചു കൊണ്ടുവരാൻ അച്ഛൻ കണ്ടെത്തിയ സൂത്രം കൊള്ളാം. ഞാൻ പറഞ്ഞത് കാര്യമാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. മണിമംഗലം ബിൽഡേഴ്സിലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവരെയും അങ്ങ് പറഞ്ഞയച്ചേക്ക്. പകരം സത്യയും അവളുടെ വർക്ക്ഷോപ്പിലെ ഇക്രുവിനെയും കുരുവിയൊക്കെ പിടിച്ചങ്ങോട്ട് ഇരുത്ത്. കമ്പനിക്ക് പിന്നെ വെച്ചടി കയറ്റുമായിരിക്കുമല്ലോ. ചന്ദ്രേട്ട, എവിടെയൊക്കെ എന്തൊക്കെയോ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. സത്യയെ ഉടനെ ജോയിൻ ചെയ്യിക്കണം, എങ്കിലേ ശരിയാവുകയുള്ളൂ.